പറഞ്ഞാൽ വസ്തു കൈമാറുമ്പോഴാണ് സാധാരണ ഒരു ഡോക്യുമെൻറ്റേഷൻ, ഒരു പ്രമാണം ഉണ്ടാകുന്നത്. ഈ പ്രമാണം നമ്മുടെ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം നമുക്ക് പ്രൂവ് ചെയ്യുന്നതിനുള്ള ആധികാരിക രേഖയാണ്. തുടർന്നുള്ള മറ്റ് ചില പ്രൊസീജിയറുകളുണ്ട്, പോക്കുവരവൊക്കെ അതിനകത്തുകൂടി ഉണ്ട്. പക്ഷേ നമ്മൾ ആത്യന്തികമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം, പ്രമാണം എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ള ആധികാരിക രേഖയാണ്. ഇങ്ങനെയൊരു പ്രമാണം ഉണ്ടാകുമ്പോൾ രണ്ട് കൂട്ടരുണ്ടാകും. ഒന്നാരാണ്? അത് വിൽക്കുന്നയാളാണ്, മറ്റേത് വാങ്ങുന്നയാളാണ്. ഈ രണ്ട് ആളുകളും കൂടെ ചേരുമ്പോഴാണ് ഒരു പ്രമാണം ഉണ്ടാകുന്നത്. പ്രമാണം രജിസ്റ്റർ ചെയ്യപ്പെടണം. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ പോയി അത് രജിസ്റ്റർ ചെയ്യാനുണ്ട്. സാധാരണ മറ്റ് പ്രൊസീജിയറൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല, കാരണം ആധാരമെഴുത്തുകാരനെ ഏൽപ്പിക്കും, അദ്ദേഹം അതെല്ലാം നോക്കിക്കോളും, നമ്മൾ ഒപ്പിടാൻ സമയത്ത് പോയി കഴിഞ്ഞാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ആധാരമെഴുത്ത് എല്ലാം റെഡിയാക്കി നമ്മൾ രജിസ്ട്രേഷനും എല്ലാം കഴിഞ്ഞു, പ്രമാണം നമ്മുടെ കൈ